ദാനിയേൽ 2-ാം അധ്യായം 17 മുതൽ 24 വരെ തിരുവചനങ്ങൾ. ബരക്ക്മോർ. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ മറ്റു വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിപ്പാൻ ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിപ്പാനായി കൂട്ടുകാരായ ഹനന്യായോടും മീശായേലിനോടും അസര്യായോടും കാര്യമറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത്: ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ശക്തിയും അവൻ്റേതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ ഭ്രഷ്ടരാക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും നൽകുന്നു. അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുളിലുള്ളത് അറിയുന്നു. പ്രകാശം അവനോടുകൂടെ വസിക്കുന്നു. എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ, നീ എനിക്ക് വിജ്ഞാനവും ശക്തിയും തന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ചു. രാജാവിൻ്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാൽ ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. അതുകൊണ്ട് ദാനിയേൽ ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിപ്പാൻ രാജാവ് നിയോഗിച്ചിരുന്ന അര്യോക്കിനെ സമീപിച്ചു. അവനോട്: ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിക്കരുത്. എന്നെ രാജസന്നിധിയിൽ കൊണ്ടുപോകണം. ഞാൻ രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കാം എന്ന് പറഞ്ഞു. കർത്താവേ, നിന്നെ ന്യായം വിസ്തരിച്ച ജനത്തെ നീ വിസ്തരിക്കുമ്പോൾ ഞങ്ങളോടുള്ള ന്യായവിസ്താരത്തിന് നീ പ്രവേശിക്കരുതേ. ആമേൻ.